ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പം നിങ്ങൾ ചോദിക്കുന്നത് എന്താ വലിയ കലത്തിൽ ചോറൊക്കെ ഇട്ടേക്കുന്നതെന്ന്. അപ്പം നാളെ ഞാൻ ഹോസ്പിറ്റലിൽ പോവാണ്. അതുകൊണ്ട് തന്നെ ഈ കലത്തിൽ വെക്കാമെന്ന് വിചാരിച്ചു. കോഴിക്ക് 2 ദിവസത്തേക്കിന് ചോറാകും. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ ഈ കലത്തിൽ എൻ്റെ കുഞ്ഞമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞമ്മ കലമൊക്കെ പിടിച്ച് വെച്ച് തന്നിട്ട് പോയി. അപ്പോൾ ഇത് ഇന്നലെ മീൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മീൻ അവിടെ ചൂടാക്കാൻ വെച്ചേക്കുവാണ്. കെറ്റിലാണെങ്കിൽ ഞാൻ രാവിലത്തെ കുറച്ച് ചൂടുവെള്ളം അനത്തി, അല്ലാതെ നമ്മൾ ഈ കലത്തിലാണ് വെള്ളം തിളപ്പിക്കുന്നത്. അപ്പോൾ ആറിയ വെള്ളം ഇരിപ്പുണ്ട്. പിന്നെ ഞാൻ കുടിക്കാനായിട്ട് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് രാവിലെ. പിന്നെ ഇത് കുറുമ്പിയുടെയോ ഇതിൻ്റെ മുട്ടയാണ്, അങ്ങനെ കിട്ടാറില്ല. ചിക്കി എല്ലാത്തിനെയും പൊട്ടിച്ച് ദൂരെ കളയും. അപ്പോൾ എനിക്ക് തൈറോയിഡിൻ്റെ ഗുളിക കഴിക്കണം. അതിന് ഞാൻ വെള്ളമൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ രാവിലത്തേക്കിന് അപ്പത്തിൻ്റെ മാവ് ഇന്നലത്തെ ഇരിപ്പുണ്ട്. പിന്നെ ഇന്നലത്തെ കുറച്ച് കറിയും കൂടി ഇരിപ്പുണ്ട്. അതാണ് ഇന്ന് രാവിലെ ഞാൻ കഴിക്കുന്നത്. ഞാനും കുഞ്ഞും കഴിക്കാൻ പോകുന്നത്. കുഞ്ഞ് രാവിലെ കഴിച്ചു. പിന്നെന്താ, പിന്നെ ഇച്ചിരി മോരുകറി ഇരിപ്പുണ്ട്. ഇനി എന്തെങ്കിലും ഒരു മെഴുക്കുരുട്ടിയോ എന്തെങ്കിലും ഒന്ന് വെക്കണം. പിന്നെന്താ പറയുക, പിന്നെ ഇതുപോലെ എൻ്റെ അമ്മ മീനച്ചാറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് ഈ കുപ്പിക്കകത്താക്കി തന്നിട്ടുണ്ടായിരുന്നു. അത് തീരാറായി കേട്ടോ, ഏകദേശം കുറേ തീരാറായി. പിന്നെ മാങ്ങാച്ചാറൊക്കെ ഇരിപ്പുണ്ട്. ഒരുപാട് അച്ചാറൊന്നും എനിക്ക് കൂട്ടാൻ പറ്റത്തില്ല. ഇതൊരു ക്രിസ്മസ് തീമിൽ വന്നൊരു ഒരു മാറ്റ കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. എന്താ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ഷീറ്റോ മാറ്റോ എന്തോ പറയുമല്ലോ. പിന്നെ വേണ്ടി ഇതൊരു നല്ലൊരു ലൈറ്റ് കത്തുന്നൊരു ക്രിസ്മസ് അപ്പൻ്റെ ഇതാണ് കേട്ടോ. കാർത്തിക്കുട്ടി വാങ്ങിച്ചതാണ്. അപ്പോൾ ക്രിസ്മസിനേക്ക് അവൾക്ക് ഒരുങ്ങാൻ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അവളിതൊക്കെ ചെയ്യുന്നത്. അപ്പം പുതിയ വീഡിയോസിനായിട്ട് വെയിറ്റ് ചെയ്യുക.